നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൂടുതൽ വിദേശ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി അരാംകോയുടെ എണ്ണ സംസ്കരണ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് ശേഷം ഗൾഫ് മേഖലയിൽ സംഘർഷ സാധ്യത തുടർന്ന സാഹചര്യത്തിൽ സൗദി അറേബ്യയിലേക്ക് കൂടുതൽ അമേരിക്കൻ സൈനികരും ആയുധങ്ങളും എത്തുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. 3000 സൈനികരും പാട്രിയറ്റ് മിസൈൽ സംവിധാനങ്ങളും താഡ് ബലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനവും വ്യോമ നിരീക്ഷണ വിഭാഗവും ഉൾപ്പെടെയുള്ള വൻ സന്നാഹമാണ് സൗദിയിലേക്ക് നിലവിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെയും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെയും നിർദ്ദേശമനുസരിച്ചാണ് അമേരിക്കൻ സൈനിക സന്നാഹങ്ങൾ വർദ്ധിപ്പിക്കുന്നതെന്ന് സൗദി പ്രതിരോധ മന്ത്രാലയം അറിയിക്കുകയുണ്ടായി. അരാംകോ എണ്ണപ്പാടത്തിന് നേരെയുണ്ടായ ആക്രമണം രാജ്യത്തെ ഏറെ ചൊടിപ്പിച്ചിരുന്നു. അതിൽ നിന്നും കരകയറുവാൻ ചരിത്രത്തിൽ ആദ്യമായി സഞ്ചാരികൾക്കുള്ള വിസയും സൗദി അനുവദിക്കുകയുണ്ടായി. ഇത്തരം സാഹചര്യത്തിൽ സൗദിയിലേക്കുള്ള അമേരിക്കൻ സൈന്യത്തിന്റെ വരവും ആയുധങ്ങളുടെ വർധനവും ഏറെ ആശങ്കപ്പെടുത്തുന്നതാകുന്നു. അതോടൊപ്പം തന്നെ സൗദി അരാംകോയുടെ എണ്ണ സംസ്കരണ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് ശേഷം മേഖലയിൽ നിലനിൽക്കുന്ന ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് അമേരിക്കയുടെ നീക്കം എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കൂടുതൽ സൈന്യത്തെ സൗദിയിൽ വിന്യസിക്കാൻ അമേരിക്കൻ പ്രതിരോധ മന്ത്രി മാർക്ക് എസ്പർ അനുമതി നൽകിയതായും വെളിപ്പെടുത്തലുകളും പുറത്തേക്ക് വരുന്നുണ്ട്. സൗദിയും അമേരിക്കയും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധമാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്നും ആഗോള സുരക്ഷയും സമാധാനവും ഉറപ്പുവരുത്താനുള്ള ശ്രമമായാണ് പുതിയ നീക്കത്തെ കാണുന്നതെന്നും സൗദി വൃത്തങ്ങൾ പ്രതികരിച്ചു. 200 സൈനികരെയും കൂടുതൽ മിസൈൽ സംവിധാനങ്ങൾ സൗദിയിൽ വിന്യസിക്കുമെന്ന് കഴിഞ്ഞ മാസം തന്നെ അമേരിക്ക അറിയിക്കുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് വൻതോതിൽ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നത്. സൗദി അരാംകോ എണ്ണപ്പാടത്തിന് നേരെയുണ്ടായ ആക്രമണം രാജ്യത്ത് കനത്ത സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയിരിക്കുന്ന സാഹചര്യവും അതിലൂടെ സഞ്ചാരികളുടെ കുത്തൊഴുക്കും പ്രവാസികളുടെ ജീവിതവും കനത്ത ആശങ്ക വിതയ്ക്കുന്നതാകുന്നു. കൂടുതൽ വിദേശ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.